സാധാരണ നമ്മൾ ഇഡ്ഡലി മാവൊക്കെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് എന്തായാലും കുറച്ചധികം തന്നെ മാവ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് ആഴ്ചകളോളം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ ഒരു ദിവസം ഇഡ്ഡലി ആണെങ്കിൽ നെക്സ്റ്റ് ഡേ ദോശ. അപ്പോൾ ഈ ഒരു രണ്ട് ഐറ്റത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഊത്തപ്പം സ്റ്റൈലിൽ ഒരു കുഞ്ഞു ദോശയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഇഡ്ഡലി ബാറ്ററാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 10-15 മിനിറ്റ് മുന്നേ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് പുറത്ത് വെച്ചതാണ് കേട്ടോ. ഇനി ഇതാ നല്ല ചൂടായ പാനിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള സവാളയും കറിവേപ്പിലയും കൂടെ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഞാനിവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു 3-4 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു സൈഡും കൂടെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ബാക്കി എല്ലാതും സെയിം രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ അവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചൂടോട് കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് സെപ്പറേറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ എങ്ങനെ ഇഡ്ഡലി ബാറ്റർ റെഡിയാക്കി എടുക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അത് നല്ല മൊഞ്ചായിട്ടുള്ള നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.